അതങ്ങനെ അപ്പുറത്തേക്ക് എടുത്ത് വെക്കും. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കോരപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങളും പുറക്കാട്ടിരി പാലത്തിൻ്റെ വിശേഷങ്ങളും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രണ്ട് പാലത്തിൻ്റെ കാഴ്ചകളും വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ അതുകൊണ്ട് ചെയ്താൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് നടക്കണമെങ്കിൽ ചെറിയൊരു തടസ്സമുണ്ട് കേട്ടോ. ചെറിയൊരു തടസ്സമുണ്ട്. ആ തടസ്സം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇവിടെ എല്ലാം സെറ്റപ്പാക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ബോക്സ് ഗാഡറുകളൊക്കെ ഇവിടെ എത്തിച്ച് റെഡിയാക്കി വെച്ച കാഴ്ച. നമ്മളെ അവിടുന്ന് വെങ്ങളം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ബോക്സ് ഗാഡറുകളൊക്കെ ലൈനായിട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പിയർ ക്യാപ്പിൻ്റെ കാഴ്ചകൾ അത് നോക്കിക്കളാം. അതും എന്തായി നോക്കാം. അതും ഓക്കെ ആണല്ലോ. ഫുള്ള് സെറ്റാക്കിയിട്ട് അവിടെ പിയർ ക്യാപ്പിൻ്റെ മുകളിലുള്ള ഷൂ ഉണ്ടല്ലോ നമ്മളെ ഗാഡർ വെക്കാൾ, അതൊക്കെ സെറ്റാക്കി ഫുൾ ക്ലിയറാക്കി വെച്ചിരിക്കുക കേട്ടോ. ബോക്സ് ഗാഡർ പൂനെന്ന് ഫുള്ളായിട്ട് ഇവിടെ എത്തിയോ എന്ന് സംശയമുണ്ട്. ആ ഭാഗത്ത് കുറേ ഉണ്ട് കേട്ടോ. കുറേ ലൈനായിട്ട് വെങ്ങളം ബ്രിഡ്ജ് വരെ ഇങ്ങനെ ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. 4 പീസുകൾ ഇങ്ങനെ ജോയിൻ്റൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതൊക്കെ വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ടാട്ടോ അവർ വെക്കുന്നത്. കട്ടിങ്, വാവ്! പഴയ പാലത്തിൻ്റെ ക്രാഷ് ബാരിയർ കട്ട് ചെയ്ത് ജാതി ക്ലിയറാണ്. കറക്റ്റ് പക്കാ ലൈനിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ദുർഗേഷ് ഭായ്. അപ്പോൾ ഈ 2 പാലം കൂടി ജോയിൻ്റ് ആക്കി വരാനുള്ള ഒരു സെറ്റപ്പിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ വർക്ക് ഇനി നടക്കണമെങ്കിൽ എന്താവണം, നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ ഗാഡർ ഇൻസ്റ്റാളിങ് കഴിയണം. ആ ഇൻസ്റ്റാളിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് അവിടേക്ക് പോയിട്ട് ആ വീഡിയോ കാണാം. ഇപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ അവസ്ഥ. കോരപ്പുഴ പാലം കാണാം. എന്തായാലും നമുക്ക് പോയാൽ ഇതുവരെ വന്ന സ്ഥിതിക്ക് പോയിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. കറക്റ്റ് വെള്ളമൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കാമല്ലോ അല്ലേ. ഓക്കെ, നമ്മളിവിടെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കാഴ്ച ഉണ്ടോ, അവിടെയൊക്കെ വെള്ളം ഉഷാറായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഫുള്ളാണ് കോരപ്പുഴയിൽ. സെറ്റപ്പാണ്. ഇവിടെ അടിയിൽ കണ്ടോ ഈ ഓരോ ഗാഡർ വെക്കുന്ന ആ ഷൂ, നമ്മൾ ഷൂ എന്ന് പറയാം, ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ ഗാഡർ വെക്കുന്നത്, അതിൽ സസ്പെൻഷൻ വർക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുമ്പിൻ്റെ 6 കാലുണ്ടാവും, അതിലേക്ക് ഇറങ്ങി നിൽക്കാനാട്ടോ. 3 എണ്ണത്തിന് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് വീട്. ഇതൊക്കെ റിസോർട്ടാക്കി ഇവിടെ. എന്താണ് വെള്ളം ഏറിയാൽ പ്രശ്നമാണ് അല്ലേ. കഴിഞ്ഞോ കുറേ പൊങ്ങിയിട്ടുണ്ട്. ഏതായാലും സൂപ്പർ, നല്ല ഏരിയയിൽ. വെള്ളമൊക്കെ വേറെ, കുടിക്കുന്ന വെള്ളമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഫുൾ വർക്ക് കഴിഞ്ഞാൽ അതിലൂടെയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങളൊക്കെ പോകുന്നത്. സെറ്റ്. ഇവിടെ ഗേബിയൻ വാളാട്ടോ, അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടില്ലല്ലോ. ഓക്കെ, ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഗേബിയൻ വാൾ തന്നെയാണ്. നെറ്റൊക്കെ അതാണ്, നെറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് നെറ്റ്. ഫുള്ള് കരിങ്കല്ല് നിറയ്ക്കുന്ന പരിപാടി. അവിടെയൊക്കെ കുറേ പതി നിറച്ചിട്ടുണ്ട്. ഇനി കേട്ടോ അതാ അവിടെ നിന്ന് അങ്ങോട്ട് 6 ബ്ലോക്ക് തന്നെ കേട്ടോ. ഉണ്ടോ, ഒരുപാട് പൊങ്ങാനുണ്ട് കേട്ടോ. ഇനിയും 6 ബ്ലോക്ക് ഇനിയും പൊങ്ങാണ്ട്, ഗേബിയൻ വാളും പൊങ്ങാണ്ട്, ഒക്കെ പൊങ്ങാണ്ട് ഒരുപാട് ഇനി. ഇവിടെയാണ് ബോക്സ് ഗാഡറൊക്കെ ലൈനാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡും കൊണ്ട് വെച്ചിട്ടുണ്ട്. 2 ഭാഗത്തു നിന്ന് എടുത്ത് പൊക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ വേറൊരു ഐറ്റംസ് ഉണ്ട്. ഇവിടെ മഴക്കാലത്ത് പണി നടക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നമ്മുടെ പ്രീ ട്രസ്സിങ് ടെക്നോളജി കമ്പി നമ്മുടെ കേബിൾ വെച്ച് ടൈറ്റാക്കുന്ന പരിപാടി ഉണ്ടല്ലോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഏത് നമ്മുടെ ഈ ബോക്സ് ഗാഡറിൻ്റെ ഏത് ഗാഡറിൻ്റെ ആയാലും ഇപ്പം ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നല്ല ടൈറ്റിൽ അവിടെ നിന്നോളും. എത്ര കമ്പി ഉണ്ട് അറിയാം മുകളിൽ, 100, 20, 80, 100ൻ്റെ അടുത്ത് കമ്പി ഉണ്ട് അതിൽ കേബിള്. സൂപ്പർ. അപ്പോൾ ഒരു മഴ കൊള്ളാതിരിക്കാൻ 2 തലക്കൽ വെച്ചിട്ട് അവരത് പ്ലാസ്റ്റിക് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി അടുത്തേൽ വെക്കുമ്പോൾ ഇവർ അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ കേട്ടോ.
ഓക്കെ, അതൊക്കെ ഇനി അങ്ങോട്ടൊക്കെ വലിക്കാണ്ട്, കേബിളുകളൊക്കെ വലിക്കാണ്ട് കണ്ടോ. അതിൻ്റെ ഗ്യാപ്പുകൾ കണ്ടോ, തുള കണ്ടില്ല നിങ്ങൾ? അതിലൊക്കെ ഈ കേബിൾ വെച്ച് ടൈറ്റ് ആക്കാനുള്ളതാണ്. ഏതായാലും പുറക്കാറ്റ് വർക്ക് കഴിയുന്നത് വരെ ഇവർക്ക് സമയമുണ്ട് ഈ ഭാഗത്ത് വർക്ക് ജോലിക്കാർക്ക്. അത് കഴിഞ്ഞാൽ അവിടുത്തെ ഗാൻട്രി ക്രെയിൻ ഒക്കെ കൂടി ഇങ്ങോട്ട് വരും. അതിനുശേഷം ഇവിടുത്തെ ബോക്സ് ഗാർഡർ എടുത്ത് വെക്കാൻ തുടങ്ങും. അപ്പോൾ ഈ 2 പാലത്തിൻ്റെ വർക്ക് കൂടി അങ്ങനെ പെട്ടെന്ന് ഫിനിഷായാൽ ക്യാമ്പ്സിൻ്റെ ഒരു വിധാണ്ട് കഴിഞ്ഞു. ഇനി കാര്യമായിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാൾ സർവീസ് റോഡിൻ്റെ വർക്കാട്ടോ. ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആണ്. അങ്ങനെ ആയാൽ നമ്മുടെ ക്യാമ്പ്സി കേരളം വിടുന്നതായിരിക്കും. ക്യാമ്പ്സി എന്ന കമ്പനി, ക്യാമ്പ്സിക്ക് ഇനി കേരളത്തിൽ വർക്കില്ല. അവരിനി അങ്ങ് മഹാരാഷ്ട്രയിലൊക്കെയാണ് വർക്ക് തോന്നുന്നു. അവിടേക്കൊക്കെ പോകാൻ സാധ്യത, അവിടേക്ക് വിടും അവർ. അങ്ങനെ ക്യാമ്പ്സി നമ്മളോട് വിട പറയാൻ ഏകദേശമായിട്ടോ. അങ്ങനെ പുറക്കാട്ടി ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നമ്മൾ യാത്ര പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതിനത് കണ്ട ഇവിടേക്കൊക്കെ ബോക്സ് ഗാർഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈനായിട്ട് വെച്ചേട്ടാ. ഇതൊക്കെ ഓരോ പീസ് ഇനി ജോയിൻ്റ് ചെയ്യാനാണ് കേട്ടോ. ചെറിയ ചെറിയ പീസുകളാണ്. 4 എണ്ണം ഇങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ പൊക്കിയൊരു കൊണ്ടുപോക്കാണ് അങ്ങോട്ടേക്ക്. ഇതൊക്കെ പൂനെയിൽ നിന്ന് വന്നതാട്ടാ. നമ്മൾ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ 2 ക്രെയിനും ഇന്ന് വെയിറ്റിങ്ങിലാണ്. ഇവിടെ ബോക്സ് ഗാർഡർ ഏകദേശം എടുത്ത് വെച്ച് കഴിയാറായിട്ടോ. ഗാൻട്രി ക്രെയിന് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയല്ലോ. വാ, സൂപ്പർ. ഇതാട്ടോ, ഇങ്ങനെയാണ് ബോക്സ് ഗാർഡർ അങ്ങ് അകലെ നിന്ന് ഇതുപോലുള്ള ചെറിയ ട്രോളി വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനുശേഷം നമ്മുടെ ഇതായി ക്രെയിന് 2 തലക്കെന്ന് തൂക്കിയിട്ട് ഈ മഞ്ഞ ട്രോളിയുടെ ഈ ട്രാക്കിൻ്റെ മുകളിൽ അതാ അങ്ങ് ദൂരെ മഞ്ഞ ട്രോളി കിടക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ 2 ഭാഗത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കും. അതിനുശേഷം ആ ട്രോളി അങ്ങനെ അങ്ങോട്ട് പോകും. ആ ഗാൻട്രി ക്രെയിൻ നിൽക്കുന്നത് വരെ അങ്ങോട്ട് പോകും. പിന്നെ ഗാൻട്രി ക്രെയിൻ അതിൻ്റെ മുകളിൽ നിന്ന് തൂക്കും. എന്നിട്ട് നമ്മുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കും. അതാണ് പണി. ഓക്കെ, അപ്പോൾ ട്രാക്ക് റെയിൽവേ ട്രാക്ക് പോലെ കറക്റ്റ് ട്രാക്ക് ഇതാ ഇവിടെയൊക്കെ സെറ്റാക്കി അങ്ങ് ദൂരെ വരെ. ഗാൻട്രി ക്രെയിൻ്റെ ട്രാക്ക് ഇവർ ഈ ഭാഗത്തുനിന്നും പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. യെസ്, ഈ ഭാഗത്തേക്കുള്ള പൊളി വെച്ച് കഴിഞ്ഞാൽ അവരത് പൊളിച്ച് മാറ്റി കഴിഞ്ഞു. ഇപ്പം എത്ര ഗാഡർ എടുത്ത് വെച്ചു? 10 ഗാഡർ ബോക്സ് ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി 5 എണ്ണം കൂടി വെക്കാണ്ടാവും. 5 എണ്ണം കൂടി. അത് കഴിഞ്ഞാൽ ഇവർക്ക് സ്ലാബിൻ്റെ വർക്ക് ആരംഭിക്കാം. ഇവിടെയൊക്കെ ചെറ വർക്കുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ജോയിൻറ്റ് ഇവിടെ സ്ലാബൊക്കെ വാർക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് ജോലിക്കാരൊക്കെ പണി നിർത്തിപ്പോയി തോന്നുന്നു. ആരുമില്ല ഇവിടെ. അവിടെ മീൻ പിടിക്കുന്നുണ്ടോ? ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ഫുൾ ടൈം സെക്യൂരിറ്റി ഉണ്ടാവും. ഗാൻട്രി ക്രെയിൻ്റെ പീസാണ്. ഇവിടെയൊക്കെ ആ ക്രെയിൻ്റെ ട്രാക്ക് ഇവിടെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ പൊളിച്ച് മാറ്റിയതാ. ഇവിടുത്തെ പൊളിച്ചതിന് ശേഷം കുറച്ച് കുമായിട്ട് സ്ട്രോങ്ങുമായിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ പ്ലേറ്റ് വെക്കുന്ന പരിപാടി. അതിൻ്റെ മുകളിലാണ് ഇവർ ട്രാക്ക് സെറ്റാക്കുന്നത്. അതുകൊണ്ടോ സ്റ്റീലിൻ്റെ പ്ലേറ്റ് അതെങ്ങനെ എടുത്ത് പോകുന്നു. ഇവിടെ നമ്മളെ ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. ഇതാ കിട്ടിയാ? എന്താ അവിടുന്ന് സാധാരണ കിട്ടൽ? മാല ഉണ്ടാവും അല്ലേ? ഈ മാലാനെ വരുമ്പോൾ രാത്രിയാകുമ്പോൾ ഒരു തിളങ്ങണ മീനല്ലേ? എന്താ മന്തി റൈസാ? ആരാ അത് മതിയില്ലേ? പൊങ്ങി വരാൻ. ഓക്കെ, പിന്നെ ബാക്കി മൈദപ്പൊടി. യെസ്, അവർ മീൻ പിടിക്കട്ടെ. നമുക്ക് ഇനി ഇവിടെ എത്രത്തോളം എടുത്ത് വെക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ബാക്കിയുള്ള വർക്ക് കൂടി നോക്കാം.
നമുക്ക് ആ ലാസ്റ്റിലെ ഗാഡർ അങ്ങോട്ട് എടുത്ത് വെക്കുന്ന കാഴ്ച ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അപ്പുറത്തേക്ക് എങ്ങനെ എടുത്ത് വെക്കുക എന്നുള്ളത് എനിക്ക് ആകെ കൺഫ്യൂഷനായത്. പക്ഷെ അവർ 3 സ്പാനിൻ്റെ മുകളിൽ അവർ ഉഷാറായിട്ട് അത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആ ഗാൻഡ്രി ക്രെയിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കറക്റ്റ് അപ്പുറത്തായിട്ടാണ് ഈ ബോക്സ് കട്ടർ വരുന്നത്. ഇതിവിടെ ലാസ്റ്റ് അതിനവിടെ ടച്ച് ചെയ്ത് നിൽക്കൂലേ, അതങ്ങനെ അപ്പുറത്തേക്ക് എടുത്ത് വെക്കും. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടില്ല. ഏതായാലും അവർ എടുത്ത് വെക്കട്ടെ. അതുവരെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ക്രെയിന് മാറ്റിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് നീക്കുന്ന പരിപാടിയായിരിക്കും അല്ലേ. ഒരു ട്രാക്ക് പോലെ ഇവിടെ സെറ്റാക്കിയിട്ട് 2 തൽക്കലും ട്രാക്ക് പോലെ സെറ്റാക്കിയിട്ട് പിന്നെ ആ ക്രെയിൻ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ അത് അങ്ങോട്ട് നീക്കുന്ന പരിപാടി ആവാനാണ് സാധ്യത. ഏതായാലും 1, 2 അവിടെ 3 എണ്ണം അങ്ങനെ 5 എണ്ണം കൂടിയായിട്ട് വെക്കാനുള്ളത്. ബാക്കി അങ്ങോട്ടുള്ള റോഡൊക്കെ ഓക്കാണ്. ഇങ്ങോട്ടുള്ള അപ്രോച്ച് ഇവിടെ റോഡും ഇവിടെ ആദ്യം ചെയ്തു വെച്ചാണ്. പണ്ടേ അതിൻ്റെ വീതിയൊക്കെ സെറ്റപ്പാക്കി വെച്ചാണ്. നമ്മുടെ കോരപ്പുഴ അവിടെയാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത്. പുറക്കാട്ടി അവിടെയുള്ള പാലം കണ്ടോ ആണുള്ളകളെ. ഇതാണ് നമ്മുടെ വേൾഡ് കപ്പ് ആഘോഷം, ഫുട്ബോൾ ആഘോഷമാണ് അവിടെ കാണുന്നത്. അർജൻറ്റീനയും ബ്രസീലിനും കൂടി അവിടെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്നേഹിതന്മാരെ, നമ്മുടെ പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. 2 ഭാഗത്തു കൂടിയും അതിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ പുറക്കാട്ടി കോരപ്പുഴ ഭാഗത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി അഥവാ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് ചെയ്താളിട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.